വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 6:30 മുതൽ. ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നുവെന്ന് പ്രവർത്തിക്കുന്നു എന്ന് അവർ ചോദിച്ചു. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ളതായ അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ. സ്വർഗത്തിൽ നിന്നുള്ളതായ സാക്ഷാലപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സ്വല്പസമയിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതൽ 46 വരെയുള്ള ഈ വേദഭാഗങ്ങൾ. നീതിമാനായ യോസേഫിന് വെളിപ്പാടുണ്ടായതായ ആ കാര്യം ധ്യാനിക്കുവാൻ വേർതിരിക്കുന്ന അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്കുള്ള ഒരുക്ക ധ്യാനത്തിന്റെ ഭാഗമായി സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വായിക്കുവാൻ തന്നിരിക്കുന്ന ഒരേ വേദഭാഗം ആവർത്തിച്ച് എന്നും വായിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സങ്കേതഭവനത്തിൽ ആരംഭിച്ചതായ ഒരുക്ക ധ്യാനം 2-ാം ദിനത്തിലൂടെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആ ധ്യാനത്തിൽ സംബന്ധിച്ചവർ കേട്ടതായ സന്ദേശത്തിന്റെ ബാക്കി ഇന്നിവിടെ തുടരുകയാണ്. യോഹന്നാൻ 6:30 മുതൽ വായിച്ചു വരുമ്പോൾ വെളിപ്പാടിന്റെ ആവശ്യം എന്താണ്? വെളിപ്പാടിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? പിതാവായ ദൈവം വെളിപ്പെടുത്തിയതിന് ശേഷം മാത്രം നമുക്ക് കിട്ടുന്നവരും അകലുന്നവരുമായ പലരുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർപ്പിക്കും. നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പിതാവ് തന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ? പിതാവ് തരാത്തതുമല്ലോ നമ്മുടെ കയ്യിലുണ്ടോ? ഇത് തിരിച്ചറിയുവാൻ വെളിപ്പാട് ആവശ്യമാണെന്നുള്ള കാര്യം അറിയാം. ഈ ലോകത്തിൽ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട അനേക സൃഷ്ടികളും അനേക വ്യക്തികളുമുണ്ട്, അനേക വസ്തുവകകളുണ്ട്, അനേക വ്യക്തികളുണ്ട്. അവയെല്ലാം നമ്മുടേതാവണമെന്നില്ല, നമ്മുടേതാക്കണമെന്നില്ല. പിതാവ് തരുന്നത് മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ, പിതാവ് തരുന്നവരെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുകയാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. 37-ാം വാക്യം. യോഹന്നാൻ 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അത് വസ്തുവകകളുടെ കാര്യമാണ്. ഇനി വ്യക്തികളുടെ കാര്യം പറയുന്നു. പിതാവ് എനിക്ക് തരുന്നൊക്കെ എന്റെ അടുക്കൽ വരുന്നു, തീർന്നിട്ടില്ല. പിന്നെ എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഇന്നാണ് തള്ളിക്കളയുകയില്ല എന്ന് പറയും. അപ്പോൾ ദൈവത്താൽ എടുക്കപ്പെട്ട് നമുക്ക് തരപ്പെടുന്ന വസ്തുവകകളും വ്യക്തികളും നമുക്കുണ്ടാകും.
നമ്മൾ ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിച്ച് ജയിക്കാൻ സാധ്യമല്ല. നമ്മൾ ഒറ്റയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടെങ്കിലും, നമ്മൾ ഒറ്റയ്ക്ക് പിതാവിനാൽ വിളിക്കപ്പെടുന്നെങ്കിലും നമുക്ക് പിതാവ് കരുതിയിരിക്കുന്ന അനേക സമ്മാനങ്ങളുണ്ട്. അനേക ഇണകളും തുണകളും വസ്തുവകകളും കർത്താവ് തരാമെന്ന് പറഞ്ഞിരിക്കണം. അതെല്ലാം പിതാവിൽ കൂടിയാണ് കിട്ടേണ്ടതെന്നുള്ളതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ നമുക്ക് മാതാപിതാക്കളെ തന്നു, ഒരു വീട് തന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും തന്നു, നമ്മളെ സഹായിക്കാൻ പലരെ തന്നു, നമ്മുടെ ഉപയോഗത്തിന് പല വസ്തുവകളും തന്നു. പക്ഷെ അതെല്ലാം ഇപ്പം പ്രയോജനപ്പെടുന്നുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പിതാവിന്റെ അടുത്ത് പോയി എല്ലാത്തിനെയും പരിശോധിക്കണം. സകലതും ശോധന ചെയ്ത് നല്ലത് മുറിവ് പിടിക്കണമെന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? ദൈവഹിതത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയാലേ അറിയാനൊക്കെയുള്ളൂ. 40-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 6:40 പറയുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ പിതാവിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്. പുത്രനെ നോക്കി അവനെ വിശ്വസിക്കുന്ന ഏവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതായ പിതാവിന്റെ ഇഷ്ടം. ആ ഏവരുടെയും കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? എല്ലാവരും പുത്രനെ നോക്കി വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് അവസാനം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പോലെ ആകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഇഷ്ടം എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലായി കാണും ഇത്രയും നാളായിട്ടും. കഴിഞ്ഞ 1 വർഷക്കാലത്ത് നമ്മുടെ സഭാ ജീവിതം കൊണ്ട് പുത്രനെ നമ്മൾ 100% നോക്കിയോ? ആ വിശ്വാസം 100%മായോ? നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം 100% സാധിച്ചോ? ഇത്രയും കാര്യങ്ങൾ സാധിച്ചാലേ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് പറന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ വേണേൽ യേശു വരാൻ സാധ്യതയുണ്ട്. തന്റെ 2ാമത്തെ വരവിനുള്ള എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് മിനിറ്റിൽ, ഏത് സെക്കൻഡിലാണ് കർത്താവിന്റെ 2ാമത്തെ വരവെന്ന് പുത്രനെ പോലും അറിയിച്ചിട്ടില്ലെന്നാ പറയുന്നത്. പിതാവ് മാത്രം അറിയുന്നൊരു സത്യം. മാലാഖമാരെയോ പുത്രനെയോ പോലും അറിയിച്ചിട്ടില്ലാത്ത ഒരു രഹസ്യമാണ്. ഇടിമിന്നൽ പോലെ പിതാവിന്റെ വലത്തുമാതിരിക്കുന്ന പുത്രൻ ഭൂമിയിൽ വന്ന് തനിക്കുള്ളവരെ എടുത്തുകൊണ്ടൊരു പോക്കുണ്ട്. ആ കൂടെ നമ്മൾ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതാണ് ഒടുക്കത്തെ നാൾ. ആ ഒടുക്കത്തെ നാളെ അന്ത്യനാളാണ്. അപ്പൊ ഒടുക്കത്തെ നാളിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യത്തിൽ നമ്മൾ എവിടായിരിക്കും? നമുക്ക് കണ്ണടച്ച് നോക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പോലെയായി കല്യാണ മണ്ഡപത്തിൽ പറന്നെത്താൻ കഴിയുമോ? അങ്ങനെ ഒരു ആശയം, ഒരു ആഗ്രഹവും, ഒരു ഒരുക്കവും നമുക്കുണ്ടോ? പിതാവിന്റെ ഏറ്റവും വലിയ ഇഷ്ടം അതാണെന്നാ പറയുന്നത്. ആ പിതാവിന്റെ ഏറ്റവും വലിയ ഇഷ്ടം, പിതാവിനെ ഏറ്റവും അധികം വെറുത്ത, പിതാവിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന മനുഷ്യന്റെ പുത്രിയെ ഇവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണോ? സ്വർഗത്തിലെ അപ്പച്ചനെ വെറുത്ത് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഒരു ഇഷ്ടവും ചെയ്യാതെ ഹൃദയം നിറച്ച് മുറിവുമായി നടക്കുന്ന പ്രാണക്കുട്ടികളെ എടുത്ത് ഈ പുത്രന് കൊടുത്ത് ആ പുത്രനെ പോലെയാക്കി ആ പുത്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഈ അപ്പച്ചന്റെ പരിപാടി നമ്മൾ അതിൽ സഹകരിച്ചിട്ടുണ്ടോ? യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ കുറെ വാക്യങ്ങൾ ഇന്നലെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതും ഈ ഞായറാഴ്ച രാവിലെ നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം. അവിടെ ഞാൻ മക്കളെ തീറ്റിപ്പോറ്റി അവരെന്നോട് മത്സരിക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് ആയി സൃഷ്ടിക്കപ്പെട്ടവരെങ്കിലും നമ്മളെല്ലാം ദൈവത്തിന്റെ ആലോചന വിട്ട് നടക്കുന്നതുകൊണ്ട് മത്സരമാണ്. അപ്പൊ ദൈവത്തെ വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരെല്ലാം മത്സരികളാണ്. അങ്ങനെ മത്സരികളായ മക്കളാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത്. സ്വർഗത്തിലെ പിതാവ് മത്സരികളായ മക്കളെ ചൊല്ലി വിഷമിക്കുന്നു. അവരെ ചൊല്ലി വിഷമിച്ച് ദുഃഖിക്കുന്ന ആ കർത്താവിന്റെ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മളെ കർത്താവ് കൈവിടുന്നു. എന്നിട്ട് ഹൃദയത്തിൽ ധാരാളം മുറിവുകളുമായി നമ്മൾ നടക്കേണ്ടി വരുന്നു. ആ മുറിവുകൾ മുറിഞ്ഞതിന് ശേഷം അത് പഴുത്ത് വൃണമായിട്ട് അത് ഞെക്കിക്കഴുകാതെ ചലോ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മുറിവുകളുമായി നടന്ന് ആര് സ്നേഹിച്ചു മുട്ടിയാലും പിണങ്ങി മുട്ടിയാലും നമ്മൾ കോപിക്കേണ്ടി വരിക. അത് മുറിവുള്ളത് കൊണ്ടാണ്. പലരും അതിശയിക്കും. സ്നേഹിച്ചു മുട്ടിയാലും പിണങ്ങി മുട്ടിയാലും സഹായിച്ചാലും എല്ലാം കോപം മാത്രം തിരികെ കൊടുക്കുന്നതിന്റെ അർത്ഥം അത്രയ്ക്ക് ആഴമുള്ള മുറിവാണ് അകത്തുനിന്നാണ് എന്റെ അർത്ഥം. അത് ഗർഭം മുതലുണ്ടാകുന്ന മുറിവാണ്. ഗർഭത്തിൽ കിടന്നപ്പോൾ മുതലുണ്ടായ മുറിവുകൾ അത് അവിടം തൊട്ട് സൗഖ്യമാകാതെ
അത് പഴുത്ത് സെപ്റ്റിക്കായി അതങ്ങനെ ചലം പമ്പിച്ചുകൊണ്ട് നീര് വെച്ച് പൊറുങ്ങിച്ച് യാതൊരു സ്വസ്ഥതയില്ലാതെ നടക്കുന്ന അനേക ഹൃദയങ്ങൾ ഇന്നും എവിടെയുണ്ട്. ഇന്നിവിടെ വന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുകളുണ്ട്. കർത്താവ് അത് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണ്? സൃഷ്ടാവിനെ തിരിച്ചറിയാതെ, സൃഷ്ടാവിന്റെ ഇഷ്ടം തിരിച്ചറിയാതെ, സൃഷ്ടാവിനെ ദുഃഖിപ്പിച്ചതിന്റെ ദുഃഖമാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാമെങ്കിൽ, അത് ആദ്യം തീർക്കാമെങ്കിൽ കർത്താവ് തീർക്കുമെന്ന് ഇന്നലെ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ വെളിപ്പാടിലൂടെ മാത്രമേ പറ്റുള്ളൂ. ദൈവം അരൂപിയായി, അദൃശ്യനായി, സർവ്വവ്യാപിയായി, ആത്മാവായി എല്ലാം കഴിയുന്ന ദൈവത്തെ തിരിച്ചറിയാൻ വലിയ വിഷമമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയാനും വിഷമമാണ്. ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തി തന്നെങ്കിലേ ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ സാധിക്കുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞെങ്കിൽ ചെയ്തെങ്കിലേ നമുക്ക് പ്രസാദിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം കൊടുക്കാൻ പറ്റിയിരിക്കുന്ന സമ്മാനമാണ് സന്തോഷവും അറിവും ജ്ഞാനവും. അങ്ങനെ വെളിപ്പാടിന് ശേഷം മാത്രം കിട്ടുന്ന അറിവുകളും ജ്ഞാനങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. ആ സന്തോഷം പങ്കിടുമ്പോഴാണ് അത് ഇരട്ടിയായിട്ട് അത് അനുഗ്രഹകരമായി, സന്തുഷ്ടമായി, സംതൃപ്തമായി, സൗഖ്യമായി മാറുന്നത്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം. നമ്മുടെ ആത്മശരീര മനസ്സിൽ ഇതുവരെയും ഉണങ്ങാത്ത മുറിവുകളും വേദനകളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ വെളിപ്പാടിൽ കൂടെ കിട്ടുന്ന വിശ്വാസം കൊണ്ട് ഉണ്ടായതായ അറിവും ജ്ഞാനവും സന്തോഷവും നമുക്ക് കൂട്ടായ്മയിൽ കൂടെ പങ്കിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് വർദ്ധിച്ച് അനേകരെ ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷമുള്ളവരാക്കാൻ കഴിയുമെന്നുകൂടി ഓർപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 6:40 പറഞ്ഞിരിക്കുന്ന ആ ദൈവേഷ്ടം നമ്മൾ 100% നിവർത്തിച്ചിട്ടുണ്ടോ? അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു ഇനി അയച്ചവന്റെ ഇഷ്ടം. 39 വാക്യം. അപ്പോൾ പുത്രനായ ഈശോയ്ക്ക്, ആ യേശുവിന് തന്നെ പിതാവ് ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തിനാണെന്ന് അറിയാമായിരുന്നു. പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് 100% നിവർത്തിച്ച പുത്രനാണെന്ന് കർത്താവായി നമ്മുടെ മണവാളനായി ശോഭിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർപ്പിക്കണം എന്നാകുന്നു എന്റെ അയച്ചവന്റെ ഇഷ്ടം. അപ്പോൾ യേശുവിന് വേണ്ടി പിതാവ് എടുത്തു കൊടുത്ത ആരെയും കർത്താവ് കളയയില്ല. എല്ലാവരും സൂക്ഷിച്ചു വെക്കാൻ കഴിവുള്ളവനാണ് യേശു. ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകലെന്നാ പറയും. നമ്മൾ 100% യേശുവിന്റെ കയ്യിലായോ? നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിന്റെ കയ്യിലായെങ്കിലേ നമ്മൾ പൂർണ്ണമായി കർത്താവിലായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെ ആത്മാവ് പൂർണ്ണമായി കർത്താവിന്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ പ്രാണൻ മുഴുവനുണ്ടോ? പ്രാണൻ മുഴുവൻ യേശുവിന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒടുക്കത്തെ നാളിൽ നമ്മുടെ ശരീരത്തെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുവിന്റെ മണവറയിൽ നമ്മൾ എത്തിക്കാൻ കഴിയുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ പുത്രൻ, പുത്രന്റെ ഇഷ്ടവും പിതാവിന്റെ ഇഷ്ടവും അറിയുന്ന പുത്രി, അങ്ങനെ ദത്തെടുക്കപ്പെട്ട പുത്രിമാരായിട്ടാണ് നമ്മുടെ പ്രാണക്കുട്ടി നമ്മുടെ എല്ലാം. നമുക്ക് ജന്മന സ്വർഗത്തിൽ കയറി നോക്കാനോ പിതാവിനെ ദൈവമെന്ന് വിളിക്കാൻ, ദൈവമേ പിതാവേ എന്ന് അപ്പാന്ന് വിളിക്കാൻ പോയി യാതൊരു യോഗ്യതയില്ല. ശത്രുക്കളായി, പാപികളായി, ദൈവേഷ്ടം ചെയ്യാൻ കഴിയാത്തവരായി, മുറിവും ചതവും വേദനയുമായി പിറന്നു വീണവരാണ് നമ്മൾ. നമുക്ക് ഈ പിതാവിനെ സന്തോഷിപ്പിച്ച് പ്രസാദിപ്പിക്കണമെങ്കിൽ പുത്രനെ നമ്മളെ എടുത്തു കൊടുക്കപ്പെട്ടൊരു പുത്രൻ നമ്മളെ ശുദ്ധീകരിച്ച് കഴുകി തന്റെ ആത്മാവിൽ നിറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പിതാവിനെ സന്തോഷിപ്പിക്കാനൊക്കെയുള്ളൂ. അപ്പോൾ യോഹന്നാൻ 6:39-40 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയുകയില്ല. നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ? അത് പിതാവിനോട് ചോദിക്കണം. പിതാവേ, നീ എന്നെ എടുത്ത് നിന്റെ മകന് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തു കഴിഞ്ഞു. പക്ഷേ കിട്ടിയോ? കൊടുത്തോണ്ട് കിട്ടണമെന്നില്ല. കൊടുത്തത് കിട്ടണമെങ്കിൽ കൊടുത്തതിന്റെയും കിട്ടുന്നതിന്റെ ഇടയിൽ നടക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയുകയില്ല, എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതാണെന്ന് അതാണ് പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവരെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ പിതാവും പുത്രനും ഒരുപോലെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുത്രനെ പോലെയാക്കി പുത്രന്റെ കൂടെ പുത്രന്റെ ജീവിത പങ്കാളിയായി നമുക്കൊരു ജീവിതം തരുവാൻ, അത് നിത്യജീവിതമാകുവാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വലിയ സമ്മാനം നമുക്ക് തന്നിട്ടും ഈ പിതാവിനോടോ പുത്രനോടോ നമുക്ക് നന്ദിയുണ്ടോ? സ്നേഹമുണ്ടോ? ഇവരുടെ ഇഷ്ടം നടപ്പിലാക്കിയിട്ട് ഈ വലിയ അനുഗ്രഹം എന്റേതാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? ഈ പിതാവിന്റെ ഇഷ്ടം അറിയാവുന്ന പിശാചിന് ഈ വലിയ അനുഗ്രഹം നമുക്ക് തരാതിരിക്കാൻ വേണ്ടി നമ്മളെ പിതാവിൽ നടത്തിക്കളയാൻ കഴിവുണ്ട്. പിതാവിന്റെ സ്വർഗത്തിൽ സൽഗുണപൂർണനായി എല്ലാ
സൽഗുണങ്ങളോടും എല്ലാ ഗുണഗണങ്ങളോടും കൂടെ ശോഭിച്ച ആള് വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അന്തർഭാഗം സാഹസം കൊണ്ട് പറഞ്ഞപ്പോൾ അശുദ്ധനായി തള്ളപ്പെട്ട് കത്തിച്ച് കളയാനിട്ടിരിക്കുന്ന ആ പിശാചിന് സ്വർഗത്തിലെ സുഖമെല്ലാം അറിയാം, പിതാവിന്റെ നന്മയെല്ലാം അറിയാം. പക്ഷെ അവിടുന്ന് തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെയും തള്ളപ്പെട്ടവരാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ എല്ലാ നിത്യസംഭവങ്ങളിലും എന്റെ പിതാവിന്റെ ഇഷ്ടം എനിക്ക് നടത്തണം, ആ പിതാവിന്റെ പുത്രന്റെ ഇഷ്ടം എനിക്ക് സാധിച്ചു കൊടുക്കണം, ആ പുത്രന്റെ ഇഷ്ടം സാധിക്കുന്ന അവയവങ്ങളായ എന്റെ ശരീരം മാറണം എന്നുള്ള ആഗ്രഹം നമുക്ക് 100% ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളാകാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എന്ന വെളിപാട് പുസ്തകത്തിൽ ഒരു കാര്യമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് നമുക്ക് കിട്ടുമോ? യേശുവിന്റെ വരവെങ്കിൽ പുനരുത്ഥാനം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, ഇതൊന്നും അറിയാതെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർക്ക് ന്യായവിധിക്ക് വേണ്ടി മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അത് കർത്താവിന്റെ കല്യാണവും മഹോദരകാലം എല്ലാം കഴിഞ്ഞ് വെള്ള സിംഹാസനത്തിൽ താൻ ഇരുന്നുകൊണ്ട് അനേകരെ ന്യായവിധിക്കുന്ന കാലത്ത് എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. അത് ന്യായവിധിക്ക് വേണ്ടിയാണ്, ന്യായവിധിക്ക് വേണ്ടി കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരം ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാവിലും തീയതാവിലും പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ കേൾപ്പിച്ചതിന് ശേഷം നമ്മളെ ന്യായം വിധിച്ച് നിത്യ അഗ്നിയിലേക്ക് തള്ളാൻ ഒരു ഉയർപ്പുണ്ട്. നമ്മൾ ഏത് ഉയർപ്പിലായിരിക്കും പങ്കാളിയാകാൻ പോകുന്നത്? ഇപ്പൊ സുഖിച്ച് ദൈവേഷ്ടപ്രകാരം എല്ലാം ചെയ്ത് നടന്നാൽ ആരും ചോദിക്കാനില്ല, ആ ദൈവമൊന്നും ചോദിക്കുന്നില്ല. നീ ഇഷ്ടം പോലെ ചെയ്തിടാൻ പറയും, പ്രാണൻ മുഴുവൻ പാതാളത്തിൽ പോവുകയും ചെയ്യും. കർത്താവിന്റെ കല്യാണം നടക്കുന്നതോ അതിനുശേഷം കർത്താവ് അവരെ സന്തോഷമായ 1000 കൊല്ലം ഭൂമിയിൽ വാഴുന്നു ഇവരറിയയില്ല. അവരങ്ങനെ കിടക്കും. അവസാനം എഴുന്നേറ്റ് വരുമ്പോൾ അവരെ മനസ്സിലാകുന്ന എല്ലാം പോയല്ലോ, ഒന്നും കിട്ടാനില്ലല്ലോ. കോടതിയിൽ ചെന്ന് ഹാജരായി വിധിന്യായം അയച്ചു കേൾപ്പിച്ചിട്ട് അവർ തന്നെ പറയും ഞാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അവരവർ തന്നെ തീ ചെന്ന് ചാടുക എന്നാവും. അങ്ങനെ ദൈവം തമ്പുരാൻ ആരെയും നരകത്തിൽ കളയുന്നില്ല, തള്ളിക്കളയുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് എനിക്ക് അതാ യോഗ്യത എന്ന് പറഞ്ഞ് തീ ചെന്ന് ചാടുക. അവിടെ ചെന്ന് കെടാത്ത തീയിൽ കിടന്ന് എന്നും വേദന അനുഭവിക്കേണ്ട ഗതികേട് വരുമെന്നുള്ള കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ 2 തരം പുനരുത്ഥാനം. കല്യാണത്തിന് പോകാനുള്ള പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം. യേശുവിന് മണവറയിലേക്ക് പോകാനുള്ള പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം. അതിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അതെങ്ങനെ കിട്ടും ആ ഭാഗ്യം? എന്നെങ്കിലും ഉയർത്തും. പക്ഷെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുചേർന്നെങ്കിലേ കല്യാണത്തിന് ഭാഗത്തുള്ളൂ. അതുകൊണ്ട് 2-3 ഗ്രേഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് മനുഷ്യരെ. നമ്മൾ തന്നെയാണ് ഈ ഗ്രേഡുകാർ എല്ലാം ഉണ്ടാക്കിയത്. എ ഗ്രേഡുകാർ ഈ ദൈവരാജ്യ കോളേജിൽ എ ഗ്രേഡുകാരായിട്ട് പിതാവ് പുത്രൻ എടുത്തു കൊടുക്കപ്പെടുന്നവരാണ് എ ഗ്രൂപ്പുകാർ, എ ഗ്രേഡുകാർ. അവരുടെ പേരാണ് യേശുവിന് വേണ്ടിയവർ, യേശുവിന് വേണ്ടപ്പെട്ടവർ. നമ്മളാ കൂട്ടത്തിലാണോ? നമ്മളെല്ലാവരെയും ആ പദവിയിലേക്ക് കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുക. പക്ഷേ നമ്മുടെ പ്രതികരണങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ മാർക്ക് വ്യത്യാസം വരുന്നത്. ഒരു കോളേജിൽ, ഒരു സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം എല്ലാ പിള്ളേരും ഒരുപോലെ, എല്ലാവർക്കും പ്രവേശനത്തിന് അർഹതയും യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം തൊട്ട് ഇവർ തമ്മിലുള്ളതായ ഏറ്റക്കുറച്ചിൽ വരികയാണ്. അങ്ങനെ അഡ്മിഷൻ വാങ്ങിച്ചെങ്കിലും കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ആദ്യത്തെ ദിവസം സംബന്ധിക്കാനൊക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾ ഒത്തിരി പേരുണ്ടാകുന്ന പനിയായി പോകാം. അന്ന് വേറെ കല്യാണം കാണും, അന്ന് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും, അല്ലെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ കഴിഞ്ഞ് മടിച്ചിരുന്ന് കാണും. ഇങ്ങനെ അധ്യയനത്തിന് വേണ്ടി അഡ്മിഷൻ കിട്ടിയിട്ട് 1-ാം ദിവസത്തിൽ പോകാഞ്ഞതിന്റെ വലിയ നഷ്ടവുമായി കഴിയുന്ന അനേകം വിദ്യാർത്ഥികളുണ്ട്. 2-ാം ദിവസം പോകാത്തവർ കാണും, ഒരാഴ്ചത്തെ പനി കഴിഞ്ഞ് 2 ആഴ്ച ചെന്ന് കയറുന്നവർ കാണും. അപ്പൊ ഒരാഴ്ചത്തെ പഠിത്തം ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല. അങ്ങനെ അവിടെ പഠിത്തം അരോചകമായി മാറി 0 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നവരുണ്ടാകാം. ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവരാജ്യ കോളേജിലെ നമ്മുടെ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 2-3 മാസം കഴിയുമ്പോൾ ഒരു പരീക്ഷ വരുമ്പോൾ 0 തൊട്ട് 100% വരെ മാർക്ക് വാങ്ങുന്നവർ ആ കൂട്ടത്തിൽ കാണും. ഒരേ ക്ലാസ്സിൽ, ഒരേ ടീച്ചർ, ഒരേ സ്കൂളിൽ, ഒരേ വിഷയം പഠിച്ചവരാണ് പല മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രേഡ് ഏതായിരിക്കപ്പെടും? ഇത്രയും നാൾ സഭയിൽ ജീവിച്ചിട്ട് എ ഗ്രേഡ് തന്നെയാണോ? എ ഗ്രേഡിൽ നിന്നും ബി ഗ്രേഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാനോക്ക് കോട്ട എന്ന് പറയും. അവർക്ക് ന്യായപ്രമാണ യുഗത്തിൽ തന്നെ അവർ കിടക്കും. അവർ കൃപായുഗത്തിലേക്ക് കയറാനൊക്കെയില്ല. ആ ന്യായപ്രമാണ യുഗത്തിൽ കിടക്കുന്നവർ ബി ഗ്രേഡിൽ പ്രവാചകന്മാരാകാം, ദൈവത്തിന്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും,
പക്ഷെ എല്ലാ ഇഷ്ടവും മനസ്സിലാക്കാനും എല്ലാ കാര്യത്തിലും സഹകരിക്കാനും കഴിയാത്ത തരത്തിൽ അങ്ങനെ ബി ഗ്രേഡായി പോകുന്നവർ കല്യാണം കൂടാനൊക്കെയില്ല. സി ഗ്രേഡായിട്ട് പോകുന്നവരാണ് യൂദാക്കോട്ട. അവര് സൂഹിച്ച് പൊളച്ച് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യും. അവസാനം കെട്ടിഞ്ഞാറേണ്ടി വരും. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. എല്ലാവരെയും അവരുടെ ഇഷ്ടപ്രകാരം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യും. അവസാനം ഒന്നിനും സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരാണ് സി ഗ്രേഡുകാർ. ഇവരെല്ലാം കർത്താവ് രക്ഷപ്പെടുത്താനും നന്നാക്കാനും സൃഷ്ടിച്ചതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദുർവിനിയോഗം കൊണ്ട്, നമ്മുടെ അവിശ്വാസം കൊണ്ട്, നിസ്സഹകരണം കൊണ്ട്, അനുസരണക്കേട് കൊണ്ട് ഇങ്ങനെ 3 ഗ്രേഡായിട്ടങ്ങ് മാറിപ്പോവുകയാണ്. അതിന് ദൈവം ഉത്തരവാദിയല്ല, നമ്മൾ മാത്രമാണ് ഉത്തരവാദികൾ. നമ്മുടെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നമുക്ക് കേട്ട വചനവും കിട്ടിയ സന്ദർഭങ്ങളും കിട്ടിയ അവസരങ്ങളും നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തി എ ഗ്രേഡിൽ തന്നെയാണോ ഇപ്പം നിൽക്കുന്നത്? അതോ ബി ആയിപ്പോയോ അതോ സി ആയിപ്പോയോ? വളരെ വേഗത്തിൽ എക്കാർക്ക് ബിയിൽ കൂടെ സിയിലേക്ക് പോകാനും സിക്കാർക്ക് ബിയിലേക്ക് കൂടെ എയിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കള്ളൻ, ആദ്യം പർദീസായി കയറിയ കള്ളൻ, അവൻ സി ഗ്രേഡുകാരനായിരുന്നു. അവന് കൊല്ലപ്പെടാൻ തക്കോണം വിധിക്കപ്പെട്ട കുരിശേ കിടന്നവനാണ്. പക്ഷേ കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. ഈ യേശുവിനെ നോക്കി, അവൻ കുരിശേ കിടന്നുകൊണ്ട് യേശുവിനെ നോക്കി എനിക്ക് വേണ്ടിയാണ് അവൻ ഈ കിടക്കുന്നത്, ഇവൻ രാജാവാണ്, അവൻ പാപമില്ലാത്തവനാണ്, ഞാനാ പാപി എന്ന് പറഞ്ഞ് അവൻ ആ യേശുവിനെ രാജാവായി അംഗീകരിച്ചപ്പോൾ ഈ കള്ളന്റെ പ്രാണൻ രാജ്ഞിയായിട്ട് മാറി. ആ രാജാവിനെ രാജാവേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴേ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രാണനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആ കള്ളൻ സി ഗ്രേഡിൽ നിന്ന് ബി ഗ്രേഡിൽ കൂടെ എ ഗ്രേഡിൽ എത്തിച്ചേർന്നു. പർദീസായിലേക്ക് കയ്യെ പിടിച്ചോണ്ടങ്ങ് പോയി. മണവാളനും മണവാട്ടിയും കൈ പിടിച്ചോണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ കവാടത്തിലേക്ക് വഴിയും സത്യവും ജീവനുമായ ആ മണവാളൻ ഈ പ്രാണനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ എന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു പറഞ്ഞ് മഹത്വത്തിലേക്ക് എന്നെ ആനയിക്കുമെന്ന് 73-ാം സംഗീതത്തിന് പറഞ്ഞ അനുഭവമായി ആ കള്ളനെ വളരെ വേഗത്തിലാണ് സിയിൽ നിന്നും ബി വഴി എയിലേക്ക് കയറ്റിയത്. എന്നാൽ എയിൽ നിന്ന് സിയിലേക്ക് വീണവരുമുണ്ടോ? ഇതെന്തു സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. അവസാന മിനിറ്റ് വരെ ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം, ഈ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കത്തക്ക തരത്തിൽ നമ്മൾ പിതാവിനാൽ എടുക്കപ്പെട്ട് കൊടുക്കപ്പെട്ടവരാകാനുള്ള ആഗ്രഹവും അതിനുള്ളതായ കാത്തിരിപ്പും നമുക്കുണ്ടോ? അത് നമുക്ക് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളെയും നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുചെന്ന് പിതാവിന്റെ സന്നിധിയിൽ വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി നിലനിർത്താൻ നമ്മളെ ബന്ധപ്പെടുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. നമ്മൾ പുത്രന്റേതായി തീരണമെന്നും പുത്രനെ പോലെ ആകണമെന്നുള്ള ദൈവ ഇഷ്ടം. പക്ഷെ അത് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശത്രുവായി പോയിട്ട് പിന്നെ ദൈവത്തിന്റെ മിത്രമായി തീർന്ന ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ദൈവ ഇഷ്ടം എന്താണെന്ന്. അവിടെ ഇതാകുന്നു ദൈവത്തിന്റെ ഇഷ്ടമെന്ന് അവിടെ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കേട്ടു. 1 തെസ്സലോനിക്കർ 5:12-നും 23-നും ഇടയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ക്രിസ്തു യേശുവിലുള്ള ദൈവ ഇഷ്ടം പൗലൂസ് തിരിച്ചറിഞ്ഞിട്ട് അറേബ്യയിൽ തപസ് ചെയ്ത് താൻ അജ്ഞതയിൽ, ബലഹീനതയിൽ, തെറ്റിദ്ധാരണയിൽ യേശുവിനെയും യേശുവിന്റെ മക്കളെയും മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ചതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് പശ്ചാത്താപത്തോടെ താൻ അറേബ്യയിൽ തപസ് ചെയ്തു. നമുക്കിങ്ങനെ പശ്ചാത്താപത്തിന്റെ ഒരു കാലം വേണം. പശ്ചാത്താപത്തിന്റെ കാലം കഴിയുമ്പോഴാണ് പിതാവ് നമ്മളെ എടുത്ത് പൂർണ്ണമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു കാലം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ വളർത്തി ശോഭിപ്പിച്ചെടുക്കുവാൻ ഇരുട്ടുമുറികൾ വേണമെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ ഇരുട്ടുമുറിയിൽ അത് കഴുകിയെടുക്കുന്നത് പോലെ നമുക്ക് കിട്ടുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടലുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന വെളിപ്പാടിന്റെ ചിത്രത്തെ കഴുകിയെടുക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇരുട്ടുമുറികളാണ്. ആ ഇരുട്ടുമുറികൾ ശരിക്കും പ്രയോജനപ്പെടുത്താമെങ്കിൽ നമ്മുടെ ഫോട്ടോ ശരിക്കും ക്ലീനായി കിട്ടും. ആ ഫോട്ടോ പിന്നെ ഫ്രെയിം ചെയ്ത് എല്ലാവരും കാണിക്കാൻ കൊള്ളാം. ക്ലീനാക്കി കഴുകിയെടുത്ത ഫോട്ടോ മാത്രമേ ഫ്രെയിം ചെയ്ത് ഭിത്തിയെ വെച്ച് വരുന്നവരെല്ലാം കാണുകയുള്ളൂ. നമ്മുടെ മാമോദീസായുടെ ദിവസം മുതൽ സ്വർഗത്തിലെ പിതാവ് പുത്രന്റെ ഒത്തിരി ഫോട്ടോ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. കല്യാണാലോചനയുടെ സമയത്ത് ആദ്യം ചെറുക്കന്റെ പെണ്ണിന്റെ ഫോട്ടോയെ കാണാനൊക്കെ ഉള്ളൂ. അങ്ങനെ കല്യാണാലോചന സമയത്ത് ഫോട്ടോകൾ കണ്ടാണ് ആലോചന ആരംഭിക്കുന്ന കള്ള എന്ന് പറഞ്ഞ് തുടങ്ങി നേരിട്ട് കണ്ട് ആ കല്യാണം ഉറപ്പിച്ചിട്ടാണ് കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നത്.
ഇതുപോലെ വേദപുസ്തകത്തിൽ സ്വർഗത്തിലെ പിതാവ് പ്രവാചകന്മാർ മുഖാന്തരം യേശുവിന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് യേശുവിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശുവിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടിട്ട് ഈ ചെറുക്കനെ ബോധിക്കണം, കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനം കേട്ടിട്ടും വചനം പഠിച്ചിട്ടും വേണം എനിക്ക് അവൻ മതിയെന്ന് പറയാൻ. അപ്പോൾ അതിന്റെ ഇടയിൽ ഈ ചെറുക്കന്റെ ഫോട്ടോ നമ്മുടെ അകത്തെ പിതാവ് പതിപ്പിക്കും. വേദോത്സവം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ മണവാളന്റെ ഫോട്ടോ നമ്മുടെ അകത്ത് പതിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ക്യാമറയ്ക്കകത്ത് പതിപ്പിച്ചു തരും. അത് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് ഇരുട്ടുമുറികൾ. ശരിക്കും പ്രയോജനപ്പെടുത്തിയാലേ ഈ മണവാളന്റെ ഫോട്ടോ ശരിക്കും കാണാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ വികൃതമായി പോകും, വൃത്തികേടായി പോകും. യേശുവിനെ എന്ന് എല്ലാവരും ശരിക്കും വിശ്വസിക്കാത്തത് എന്താണ്? ക്രിസ്ത്യാനികളായിട്ടും വേദോത്സവം വായിച്ചിട്ടും പ്രസംഗം കേട്ടിട്ടും യേശുവിനെ ഇഷ്ടം ചെയ്യാൻ താല്പര്യമില്ലാത്തതിന്റെ ഫോട്ടോ വൃത്തികേടായി പോയി. കർത്താവിനെ കാമ്യനായി തോന്നുന്നില്ല. കർത്താവിനെ മനോഹരനായി 10,000 സുന്ദരനായി നമുക്ക് തോന്നിയെങ്കിലേ അവനെ വിശ്വസിക്കാനും ആശ്രയിക്കാനും തോന്നുകയുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ ഫോട്ടോ വികൃതമായി പോയി. എന്ത് ചെയ്യുന്നു? നമ്മുടെ കുഴപ്പമാണ്. ആളിന്റെ കുഴപ്പമില്ല, ഫോട്ടോയുടെ കുഴപ്പമില്ല, കഴിയതിന്റെ കുഴപ്പമാണ്. നമ്മൾ ഇതുവരെയായിട്ടും യേശുവിന്റെ ശരിയായ രൂപം കണ്ടിട്ടില്ല. അത് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണ്. അങ്ങനെ മാലാഖയിൽ കൂടെ കേട്ടതായ വചനത്തിലൂടെയാണ് യേശുവിന്റെ സൗന്ദര്യം മാതാവ് തിരിച്ചറിഞ്ഞത്. എനിക്ക് അവൻ മതി, അവന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഹൃദയത്തിലേക്ക് ആ ഛായ പതിഞ്ഞു, ശരിക്കും പതിഞ്ഞു. അത് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് മാതാവ് 3 മാസം എലിസബത്തിന്റെ കൂടെ താമസിച്ച് കൂട്ടായ്മ ആചരിച്ചത്. നമുക്ക് കിട്ടുന്ന കൂട്ടായ്മകളും ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളും വേദോത്സവത്തിൽ കൂടി അവ്യക്തമായി നമുക്ക് കിട്ടിയിരിക്കുന്നതായ എല്ലാ ധാരണകളെയും വ്യക്തമാക്കാനും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ രൂപം സുന്ദരമാക്കാനും അത് എല്ലാവരെയും കാണിക്കാൻ കൊള്ളാവുന്നതാകാൻ അനേക നാളത്തെ കാത്തിരിപ്പ് ആവശ്യമുണ്ട്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് അറേബ്യയിൽ തപസ് ചെയ്ത താൻ ഇരുട്ടുമുറിയിൽ വെച്ചാണ് ഈ ഫോട്ടോ എല്ലാം കഴുകിയെടുത്തു. അതിനുശേഷം യൂറോപ്പിൽ മുഴുവൻ നടന്ന് ഈ ഫോട്ടോ കാണിച്ച അനേകരെ കണ്ടവർ വിശ്വസിക്കാൻ തുടങ്ങി. ഈ ആളിനെ എനിക്ക് വേണം. അങ്ങനെ പൗലോസ് ഒരു കല്യാണ ബ്രോക്കറായിട്ട് അങ്ങ് മാറി. കല്യാണ ബ്രോക്കർമാരുടെ കയ്യിൽ പെണ്ണിന്റെ ആണിന്റെ എല്ലാം ഒത്തിരി ഫോട്ടോ കാണും. അവിടെ ഇങ്ങനെ ഒത്തിരി കല്യാണാലോചനകൾ കാണും. എവിടെ ഏൽപ്പിക്കാൻ കമ്മീഷനും കിട്ടും. ഇങ്ങനെ പൗലോസ് ഇങ്ങനെ ഏകാന്തതയിൽ തനിക്ക് കിട്ടിയതായ ഫോട്ടോ എല്ലാം കഴുകിയെടുത്ത് അങ്ങനെ ഈ യേശുവാകുന്ന മണവാളന്റെ സുന്ദരമായ ഫോട്ടോകൾ തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതെല്ലാം അനേകരെ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെയെല്ലാം കല്യാണോറപ്പ് നടത്തി. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണക്കുട്ടികളെ നിർമ്മല കന്യകയായി ഈ ആളിന് വിവാഹം നിശ്ചയം ചെയ്യാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞ് വിവാഹം നിശ്ചയം ചെയ്യുന്നതിന്റെ കമ്മീഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഈ പൗലൂസ് എന്ന് പറയുന്ന ഈ കല്യാണ ബ്രോക്കറിന്. ആ പൗലൂസ് ആ യൂറോപ്പിൽ മുഴുവൻ നടന്ന് യേശുവിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്തു. കണ്ടവര് എനിക്ക് ഇവൻ മതിയെന്ന് പറഞ്ഞ് വിവാഹം നിശ്ചയം ചെയ്തു. അവരെല്ലാം കൂട്ടിക്കൊണ്ട് ആ പൗലൂസിനെ സ്വർഗത്തിലെ മണവറയിലേക്ക് പറന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന യേശുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് ആരെയെങ്കിലും യേശുവായിട്ട് കല്യാണോറപ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കെല്ലാം അങ്ങനെ ബ്രോക്കർ പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെടാനാണ് മാമോദിസയായിട്ടിരിക്കുന്നത്. നമ്മുടെ കിട്ടിയിരിക്കുന്ന ഫോട്ടോ ഒന്നും കഴുകി തീർന്നിട്ടില്ല. അതെല്ലാം വൃത്തികെട്ട് കിടക്കാൻ ആരും കാണിക്കാൻ കൊള്ളുകയില്ല, കണ്ടാൽ അവർ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ഫോട്ടോ കണ്ട് തൃപ്തിയായെങ്കിലേ ആളിനെ നേരിട്ട് കാണാനൊക്കെ ഉള്ളൂ. നേരിട്ട് കണ്ടതിന് ശേഷം ഉറപ്പ് നടക്കുകയുള്ളൂ. ഉറപ്പ് കഴിഞ്ഞിട്ടേ കല്യാണമുള്ളൂ. കല്യാണം വരെ നടക്കാത്തതിന്റെ കാര്യം നമ്മുടെ ഫോട്ടോ വൃത്തികേടായി പോയി. അതിന് ഇരുട്ടുമുറി നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഇനി ഇവിടെ നടക്കുന്നതായ വെള്ളി ഞായർ ദിവസങ്ങളിലെ ധ്യാന ദിവസം കൂടുതൽ സമയം മൗനത്തിനും കിട്ടിയ ആഴമായി ധ്യാനിക്കുന്ന അവസരങ്ങളായി മാറ്റണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ ഫോട്ടോകളെല്ലാം കഴുകിയെടുക്കുവാനും ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ ബോധവിചാര ഹൃദയമണ്ഡിലേക്ക് ഉയർത്താനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പൗലോസ് അങ്ങനെ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നല്ല ഒരു സുവിശേഷകനായി അനേകരെ യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ, തന്റെ ഉള്ളിലുള്ള യേശുവിനെ അനേകരുടെ ഉള്ളിലാക്കി കൊടുത്തപ്പോൾ അവരെല്ലാം യേശുവിൻ്റെതായി തീർന്ന ആ സാഹചര്യത്തിലാണ് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത്. അങ്ങനെ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിച്ച്, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തി, ബലഹീനരെ താങ്ങി, എല്ലാവരോടും ദീർഘക്ഷമ കാണിച്ച്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ട് എപ്പോഴും സന്തോഷിച്ച് ഇടപെടാതെ പ്രാർത്ഥിച്ച് എല്ലാത്തിനും സ്തോത്രം ചെയ്ത് ദൈവ ഇഷ്ടം നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പൗലൂസിനെ തന്റെ കഴുത്ത് ഈ യേശുവിന് വേണ്ടി അറുത്തു കൊടുക്കാൻ, നീട്ടിക്കൊടുക്കാനുള്ള ധൈര്യം കിട്ടി. അങ്ങനെ പൗലൂസിന്റെ ജീവനും മരണവും രക്തവും എല്ലാം അനേകരെ വീണ്ടെടുക്കുന്നതായി തീർന്നു. ഇതാണ് പിതാവിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നടത്തുവാനൊക്കെ നമ്മൾ യേശുവിൻ്റെതായി തീർന്നിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ യേശുവിൻ്റെതായി തീരാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന്
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അതിപ്പോ പറയാൻ സമയമില്ല. അത് കേൾക്കേണ്ടവർ നാളെ സങ്കേതഭവനത്തിൽ വരണം. ഇന്നത്തെ ധ്യാനം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ഈ ഫോട്ടോ കഴുകാനുള്ള സമയമേ ഉള്ളൂ. അത് ആഗ്രഹിക്കുന്നൊക്കെ എഴുന്നേൽക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വരുവാൻ ബലഹീനതയിൽ നമുക്ക് തുറന്നു വെക്കുന്ന, നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഞരക്കങ്ങളെ നമുക്ക് നമ്മുടെ ഭാഷയിൽ സ്വർഗത്തിലേക്ക് അയച്ച് അത് അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ഈ നോയമ്പിന്റെ കർത്താവിന്റെ ജന്മപ്പെരുന്നാളിൽ ഒരുക്കുന്ന ഈ കാലയളവിൽ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ വരുവാനും ധ്യാനിക്കുവാനും ആരാധിക്കുവാനും ഭാഗ്യകരമായ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന് മുമ്പ് യോഹന്നാൻ ശ്രാപകന്റെ ജനനത്തെ ഓർക്കുവാൻ ലഭിച്ച അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിന് ഉണ്ടായിരുന്നതായ ആ വെളിപാട് യേശുവിന്റെ ജനനത്തിനും വളർച്ചയ്ക്കും വിവരിച്ചത് ആ യേശു കുഞ്ഞിന്റെ സംരക്ഷകനായി വളർത്തുപിതാവായി മാറുവാൻ എങ്ങനെയാണ് യോസേപ്പിനെ സഹായിച്ചതെന്ന് പഠിക്കുവാൻ, വെളിപ്പാടുകളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് മര്യാദകൾ വരുമെന്നും വെളിപ്പാടുകളുടെ സാന്നിധ്യത്തിൽ വെളിപ്പാടുകളുടെ പ്രയോഗത്തിൽ ഞങ്ങൾ മര്യാദയായിട്ട് സഹകരിക്കേണ്ടവരോട് സഹകരിച്ച് കർത്താവിനെ വളർത്തുമെന്ന് നീ പഠിപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ വെളിപ്പാട് കുറവുകൊണ്ടാണ് ആരെങ്കിലും മര്യാദകേട് കാണിച്ചതെന്ന് വിചാരിച്ച് അവരോട് ക്ഷമിക്കുവാനും പശ്ചാത്തപിക്കുവാനുള്ള പ്രകടനം എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന്റെയും മാതാവിന്റെയും 3 മാസത്തെ ആ താമസത്തിനിടയിൽ, ആ കൂട്ടായ്മയ്ക്കിടയിൽ യോസേഫിന്റെ സംശയരോഗത്തെ ഓർത്ത് അവരെ പശ്ചാത്തപിച്ച് ദുഃഖിച്ച് കരയുവാനെ അവസരം തക്കത്തിൽ ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സക്രിയാവിന്റെ അവിശ്വാസത്തെ ഓർത്ത് ദുഃഖിക്കുവാൻ, ഇങ്ങനെ ഭർത്താക്കന്മാരുടെ അവിശ്വാസവും സംശയരോഗവും ബലഹീനതകളും ഓർത്ത് കരയുവാൻ, ഭാര്യമാർക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ കൊടുക്കുന്ന അവസരങ്ങൾ ഓർത്ത് ഞങ്ങൾ ആസ്വദിക്കുന്നു. അവരുടെ പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥത കൊണ്ടും പശ്ചാത്താപം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ആ 2 ഭർത്താക്കന്മാരും നീതീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കുറേ വന്നുചേർന്നതുപോലെ ഉത്തമയായ ഭാര്യ മുഖാന്തരം, ഭാര്യ വിശ്വാസം മൂലം പ്രത്യാശ മൂലം വചനം അനുസരിക്കുന്നതുകൊണ്ട് ഭർത്താക്കന്മാരെ ചേർന്ന് വരുവാനിടയാകുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നവരും ഞങ്ങൾ ഓർക്കുന്നു. ഇങ്ങനെയുള്ളതായ എൻ്റെ അനുഭവങ്ങൾ പുതുക്കിയെടുക്കുവാൻ തരുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ കിട്ടിയ പല വെളിപ്പാടുകളും ഞങ്ങൾ വളർത്തിയെടുക്കുവാനോ കഴുകിയെടുക്കുവാനോ കഴിയാമെന്നും ഞങ്ങൾ ഇരുട്ടുമുറികളെയും ഇരുണ്ട അവസ്ഥകളെയും ഏകാന്തതകളെയും ഞങ്ങൾ ദുർവിനിയോഗം ചെയ്തവരാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. അക്കുടിശ്ശിയെ തീർത്ത് നോമ്പിന് ശേഷിക്കുന്ന സമയം ഞങ്ങളുടെ അനുദിന കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം, അനുദിന ജീവിതത്തിലെ ഞങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിച്ച ശേഷം സമയം കണ്ടെത്തി വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ച വിശുദ്ധന്മാരുടെ മാതൃകയിൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന മുറി ഉണ്ടാക്കി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരുവചനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും വെളിപ്പാടുകളിലൂടെയും കിട്ടിയിരിക്കുന്ന അവ്യക്തമായ യേശുവിന്റെ സുന്ദരമായ രൂപം അത് കഴുകി വൃത്തിയാക്കി മനോഹരമാക്കി അനേകരെ കാണിക്കാൻ കൊള്ളാവുന്ന പരുവത്തിലാക്കുവാൻ ഞങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മാമോദിസയേറ്റവരാണെങ്കിലും മൂറോന്റെ അഭിഷേകമുള്ളവരാണെങ്കിലും ഒത്തിരി വചനം കേട്ടവരാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ യേശുവിന്റെ ചിത്രം ആരെയും കാണിക്കാൻ കൊള്ളാവുന്നതല്ല. അതാരും കാണുന്നുമില്ല. ഞങ്ങളുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാനോ അത് പുറത്ത് കാണിച്ചു കൊടുക്കുവാനോ ആത്മനിറവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആ കുറവ് പരിഹരിക്കുവാൻ ഇനിയുള്ള സമയം തക്കത്തിൽ ഉപയോഗിച്ച് സുന്ദരനായ യേശുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുത്ത് ആ യേശുവിന്റെ തിരുശരീരമാകുന്ന സഭയിലേക്ക് അനേകരെ ആകർഷിച്ചുകൊണ്ടുവരുന്ന ആത്മീയ കല്യാണ ബ്രോക്കർമാരായി ഞങ്ങൾ പ്രവർത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പോലും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരാളെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഈ വർഷത്തെ ഞങ്ങളുടെ സഭാജീവിതം കൊണ്ടെങ്കിലും ഞങ്ങൾ പൂർണ്ണതയുള്ളവരായതിനു ശേഷം, ഞങ്ങൾ പൂർണ്ണമായി പിതാവിനാൽ എടുക്കപ്പെട്ട് പുത്രന് കൊടുക്കപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന യേശുവിന്റെ സുന്ദരമായ രൂപം മറ്റുള്ളവർ കണ്ടെത്തിയിട്ട് അവനെ അവർക്കും കൂടെ കൊടുത്ത് അങ്ങനെ പൗലോസ് യൂറോപ്പിനെ മുഴുവൻ സുവിശേഷീകരിച്ച് അവരെ അവരുടെ പ്രാണക്കുട്ടികളെ വീണ്ടെടുത്ത് യേശുവാകുന്ന മണവാളിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യുന്ന രംഗം ഞങ്ങൾ കാണുന്നു. എന്നാൽ സർപ്പം ഹവയെ വിവാഹത്താൽ ശ്രദ്ധിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ഏകാഗ്രത നിർഭയപ്പെട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെട്ടതായ ആ പൗലോസ് അവർക്ക് വേണ്ടി അഹോരാത്രം കണ്ണീർ വാർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് അവരുടെ കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി ജാഗരണ പ്രാർത്ഥന നടത്തിയതുപോലെ കുടുംബജീവിതത്തിലെ മറ്റംഗങ്ങൾ സഭാജീവിതത്തിലെ അകന്നുപോയവർ തിരിച്ചു വരുന്നതുവരെ അവർക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, അവർക്ക് വേണ്ടി എന്തൊക്കെയോ കരുതുവാൻ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അങ്ങനെ അവരെ നേടിയെടുക്കുവാൻ കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കിടയിൽ, അപ്പം മുറിക്കലിനിടയിൽ, വചനം മുറിക്കലിനിടയിൽ, വചനം ഇണയർക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് നന്നായ പ്രകാശം തന്നെ
അത് ഞങ്ങൾക്ക് സന്തോഷദായകമായതിനാൽ ഞങ്ങൾക്ക് ഒന്നായ സന്തുഷ്ടി അത് രോഗസൗഖ്യമായി മാറിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമായി നിങ്ങൾ തന്ന് ഞങ്ങളുടെ മുറിഞ്ഞ വശങ്ങളെ അവിടുന്ന് കണ്ടെത്തി അതെല്ലാം ഞെക്കി കഴുകി ചലമെല്ലാം കളഞ്ഞ് അവിടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പിരിറ്റ് തുടച്ച് ഞങ്ങളെ ക്ലീൻ ആക്കിയിട്ട് കർത്താവിന്റെ ഫലം കായ്ക്കുന്ന നല്ല മുളകൾ ഒട്ടിക്കലിന്റെ വേല അവിടെ ചെയ്തതിനാൽ മുളയിൽ നിന്ന് വളർന്നു വന്ന് സഭയാകുന്ന മന്ദിരം പണിയുന്ന സെക്രട്ടറി 6 വന്നിട്ട് പറഞ്ഞത് അന്വർത്ഥമാക്കുവാൻ ഞങ്ങളെ മുറിവേൽപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ കൊച്ചു മുറിവുകളെ ബഡിങ്ങിനും മുളയൊട്ടിക്കലിനും വലിയ മുറിവുകളെ വചനമാകുന്ന വാഴുന്ന ഉറവുണ്ടാക്കുന്നതിനും അവിടുന്ന് ഞങ്ങൾക്ക് സമയം തരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ആഴമായ മുറിവുകൾ ഉണങ്ങുവാൻ അനേക വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരുമെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആഴമായ മുറിവുകളെ തുകലുറ പോലെ വചനമാകുന്ന വാൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാക്കി അതെല്ലാം തക്ക സമയത്ത് പ്രയോഗിച്ച് ജന്മസാവലിയുടയവാൻ ഞങ്ങൾക്ക് മുറിവേൽപ്പിച്ച് എല്ലാവരോടും ഞങ്ങൾ ക്ഷമ കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് ഭാഗ്യമായി കരുതുന്നു. അതിനെ ദൈവത്തിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തി വചനമാകുന്ന വാൾ സൂക്ഷിക്കുന്ന ഉറവുകളായി മാറ്റി തക്ക സമയത്ത് എടുത്ത് വചനമാകുന്ന വാളുകൊണ്ട് തിന്മയെ തകർത്ത് അങ്ങനെ ഞങ്ങൾ ജന്മസാവലിയോടെയാൻ സഹായിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കിടയിൽ നീ സൗഖ്യം കൊടുത്തവരെ ഓർത്തിരിക്കുന്നു. ഉദരരോഗിയായി വന്നവർക്ക് നീ കൊടുത്തിരിക്കുന്ന സൗഖ്യം, മനോവേദനയായി വന്നവർ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ രോഗമായി വന്നവരെ നീ കാണുകയും സ്പർശിക്കുകയും ചെയ്ത് അവരെ പിതാവ് എടുത്തു കൊടുത്ത് ഈ പരുവത്തിലാക്കിയത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനാണോ? ഉയർത്തെഴുന്നേറ്റ ശേഷം ആത്മനിറവിൽ ആത്മഫലങ്ങൾ വിളയിച്ച് കർത്താവിനോട് ചേരുവാനും കർത്താവിന്റെ അസ്ഥിയും മാംസം ആകുവാനാണ് നിങ്ങളെ പഠിപ്പിക്കാനെന്ന് പറയുന്നു. വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേക്കണം.